friends, എല്ലാവർക്കും ജേർണി വിത്ത് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നാളായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവകാഡോ മിൽക്ക് ഷേക്ക്. അവകാഡോ ഫ്രൂട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡോക്ടേഴ്സൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണിത്. ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ തന്നെ ഹേർട്ട് പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ മെയിൻലി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും പ്രിഫർ ചെയ്യുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണിത്. നമുക്ക് അവകാഡോ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അവകാഡോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ്: ഒരു അവകാഡോ എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂനട്ട്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു കവറ് പാല് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. 250 ml പാലാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡിയാക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് റൗണ്ടിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പഴുത്തതാണ്. നമുക്കിതിൻ്റെ കുരു മാറ്റി കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ അകത്തുനിന്ന് ഫ്ലഷ് മാത്രമായിട്ട് എടുക്കണം. അതിനായിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് എടുത്തു കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഫ്ലഷ് മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് അവകാഡോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കാം. ഒന്ന് അരിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടി പാല് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലോട്ട് കാഷ്യൂനട്ടും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് നല്ല കുറുകിയാണ് കിട്ടിയേക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടണമെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ അവകാഡോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് ക്രഷ് ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഫ്രൂട്ടായിട്ട് കഴിക്കാൻ അധികം ഇഷ്ടപ്പെടത്തില്ല. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗറോ ഹണിയോ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാം. കോവിഡ് സമയമൊക്കെ ആയതുകൊണ്ട് ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കണം. അപ്പം ബെസ്റ്റ് ഒരു ഫ്രൂട്ടാണ് അവകാഡോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് മറക്കാതെ എനിക്ക് കമൻറ്റ് ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.